ഗോതമ്പ് പുട്ടാണ് കേട്ടോ. അപ്പം അരിയുണ്ട്, ഇതിപ്പോൾ ഗോതമ്പാ. എല്ലാ ദിവസവും ഉണ്ട് അല്ലേ ഗോതമ്പ് പുട്ടൊക്കെ? പയർ വേവിച്ച് നല്ല തേങ്ങയൊക്കെ ഇട്ട് കടുവറുത്ത് വെച്ചേക്കണണ്ട, പുട്ടിൻ്റെ കൂടെ കഴിക്കാം. തിരുവനന്തപുരത്തിൻ്റെ സ്പെഷ്യലായിട്ട് നമ്മൾ പറയാറില്ലേ ചിക്കൻ തോരൻ, അതാണ് കേട്ടോ. തേങ്ങയൊക്കെ ചേർത്ത് നല്ല സൂപ്പറായിട്ട് ഇരിക്കുന്നുണ്ട് കാണാൻ. ബാക്കി ഞാൻ കഴിച്ചിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇത് പെരട്ട് ഇതാ. ഇപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മൾ വീഡിയോ എടുക്കാൻ പോകുന്ന മിക്കവാറും വീഡിയോസൊക്കെ ആ വീട്ടിലെ മക്കളോ ഒക്കെ മെസ്സേജ് അയക്കുന്നതാണ്. ചേച്ചി ഇങ്ങനെ കടയുണ്ട്, അച്ഛനും അമ്മയ്ക്കും ഒരു കടയുണ്ട്, വീഡിയോ എടുത്ത് തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട്. നമ്മുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര മടിയായിരുന്നു. നമ്മളച്ഛനും ഒക്കെ ഇങ്ങനെ, അച്ഛനും അമ്മയ്ക്കൊക്കെ ഇങ്ങനത്തെ കടയാണ്, അല്ലെങ്കിൽ അവരിങ്ങനത്തെ ജോലിക്ക് പോകണം എന്നൊക്കെ പറയുമ്പോൾ ഒരു അപകർഷതാബോധമൊക്കെ ഉള്ളൊരു തലമുറ ഉണ്ടായിരുന്നു, നമ്മളെയൊക്കെ തലമുറ ആ സമയത്തൊക്കെ. പക്ഷേ ഇപ്പോഴത്തെ പിള്ളേർ അങ്ങനെയല്ല. ഇപ്പോഴത്തെ പിള്ളേരിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഈ നമ്മൾ കുറേ മോശം, അവരതാ ഇതാ ഫോണിന് അഡിക്റ്റ് അങ്ങനെയൊക്കെ പറയുമ്പോഴും കുറേ നല്ല ഗുണങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് ഈ മക്കളോടൊക്കെ ഭയങ്കര സ്നേഹം തോന്നും. കാരണം അവരത് അവരുടെ അച്ഛൻ അമ്മയിലൊക്കെ അവർ പ്രൗഡാണ്. അവർ ചെയ്യുന്ന എന്ത് ജോലിയായാലും അതിന് അതിൻ്റേതായിട്ടുള്ളൊരു മാന്യതയും അന്തസ്സും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്ന കുഞ്ഞുങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തിരുവനന്തപുരത്തെ ഒരുപാട് തട്ടുകടകളുടെ വിശേഷങ്ങൾ നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. പക്ഷേ മിക്കവാറും എല്ലായിടത്തും കിട്ടുന്നത് ഈ ദോശ, ചമ്മന്തി, രസവട ആ ഒരു ഇതാണല്ലോ. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ചില ഇടങ്ങൾ നമ്മൾ തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണ് ഇന്ന് നിൽക്കുന്നത്. ഇവിടെ പ്രധാനമായിട്ട് കിട്ടുക പുട്ടാണ്. പുട്ടിൻ്റെ കൂടെ പുട്ട്, പയറ്, കടലക്കറി ഒക്കെ ഉണ്ട്. കൂടെ ചിക്കൻ പെരട്ടും ചിക്കൻ തോരനും ഒക്കെ കിട്ടുന്ന ഒരു കടയാണ്. കൊച്ചൊരു തട്ടുകടയാണ്. അഖിലയുടെ അച്ഛനും അമ്മയാണ് കട നടത്തുക, അശോകേട്ടനും ബിന്ദു ചേച്ചി. അഖില ഇൻസ്റ്റാഗ്രാമിൽ അയച്ചൊരു മെസ്സേജാണ്, ചേച്ചി ഇങ്ങനെ ഒരു കടയുണ്ട്, വീഡിയോ ചെയ്യുമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് കാച്ചാണി എന്നാണ് ഈ സ്ഥലത്തിന് പറയുക. ഇവിടെ ഒരു കുന്നൂർശാല ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ തട്ടുകട ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ ഭക്ഷണത്തിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാം. പയറ് വേണ്ടാന്നുള്ളവർക്കാണെങ്കിലേ ഇവിടെ അതേ നല്ല കടലക്കറിയും കിട്ടും. നമ്മളിപ്പോൾ 7 മാസമായി അല്ലേ കട തുടങ്ങിയിട്ട്? ഇത് മുൻ പരിചയമുണ്ടോ തട്ടുകട നടത്തിയിട്ടൊക്കെ? ഇല്ല, ഒന്നുമില്ല, ആദ്യമായിട്ടാണ്. ആളുകൾ കഴിച്ചേച്ച് വന്ന് പറയുമോ കൊള്ളാർന്നു എന്നൊക്കെ? 4 മണിക്ക് വേവിച്ച് കഴിഞ്ഞാൽ അതെല്ലാം പാക്ക് ചെയ്ത് 4:30 ആയപ്പോൾ നമ്മളിവിടെ എത്തും. 4:30 ആകുമ്പോൾ ഇവിടെ തുടങ്ങും. എന്നിട്ട് രാത്രി എത്ര മണി വരെ നിൽക്കും? 10 മണി വരെ ആൾ കാണും ഓൾറെഡി കഴിക്കാനായിട്ട്. 10-10:30 വരെ. അപ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ ബാക്കിയെല്ലാം വൃത്തിയാക്കിയൊക്കെ പോകുമ്പോഴത്തേക്ക് 12 മണിയാവും. 12 മണിയാവും. നമുക്ക് അവധി വരുന്നത് ചൊവ്വാഴ്ച ദിവസമാണ്. ചിക്കൻ പെരട്ടൊക്കെ എങ്ങനെയാ വില? ചിക്കൻ പെരട്ട് ഒരു പ്ലേറ്റ് 100 രൂപ. തോരനാണെങ്കിൽ അത് 100 രൂപ. അല്ലാതെ പിന്നെ പുട്ട്, പയറ്, പപ്പടം. പുട്ട്, പയറ്, പപ്പടം 50 രൂപ. നമ്മൾ കൊണ്ടുവരുന്ന സാധനം എല്ലാം പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ തട്ടുകടയായിട്ട് അങ്ങ് പോവുക. അതാണ് നല്ലത്. നമ്മുടെ ജോലിക്കും നമ്മുടെ ആരോഗ്യത്തിനൊക്കെ പറ്റിയത് നല്ലതാണ്. കുറച്ച് ഉറക്കത്തിൻ്റെ പ്രശ്നം നമുക്ക് കഴിച്ചാൽ ബാക്കി നല്ലതാണ്. ഹാപ്പിയാണ് അല്ലേ? ഈ ഭക്ഷണം കൊടുക്കണതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ലതാണെങ്കിൽ അവരപ്പോഴല്ലേ പറഞ്ഞു അല്ലേ? നമ്മൾ വേറൊരു ജോലിക്കും കിട്ടാത്തൊരു സംതൃപ്തിയാണ്. അപ്പോൾ ഗോതമ്പ് പുട്ടാണ് കേട്ടോ മേടിച്ചത്. ഈ ഗോതമ്പ് പുട്ട് കാണുമ്പോഴേ കാര്യവട്ടം ക്യാമ്പസിലെ MPhil കാലഘട്ടമൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഷീനെ നിനക്ക് ഓർമ്മ ഉണ്ടാകും, വീഡിയോ കാണുമ്പോൾ അവൾ തന്നെ വിളിക്കും. എന്താ വെച്ചാൽ ഇവളെല്ലാ ദിവസവും രാവിലെ ഗോതമ്പ് പുട്ട് ഒരു പഴമായിട്ട് വരും. ഒരു കുഞ്ഞു കഷ്ണമായിരിക്കും, ഞങ്ങളെല്ലാവരും ഇതൊന്ന് കൈയിട്ട് വരുത്തില്ല. അങ്ങനെയാണ് ഞാൻ ഈ ഗോതമ്പ് പുട്ട് ആദ്യം കഴിക്കാൻ തുടങ്ങിയത്. നമ്മുടെ നാട്ടിലേക്കൊക്കെ അരി വെച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ അതേ ചിക്കൻ പെരട്ടാണ് മേടിച്ചതെന്ന് പുട്ടിൻ്റെ കൂടെ. ഗോതമ്പ് പുട്ടും ചിക്കൻ പെരട്ടും കഴിച്ചു നോക്കട്ടെ. തോരനുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ കൂടെ പുട്ടിൻ്റെ കൂടെ ആകുമ്പോൾ കുറച്ചൊരു ഗ്രേവി ടൈപ്പ് അല്ലേ നല്ലത്. കൊള്ളാം, നല്ല ഗ്രേവി കേട്ടോ. മെസ്സേജ് അയച്ച ആളിപ്പോൾ വരും. ആൾ ജോലിക്ക് പോയേക്കുവാണ്. ഇപ്പോൾ വന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ. എന്നെ വിളിച്ചായിരുന്നു. ശരിക്കും ഇൻസ്റ്റയിലും യൂട്യൂബിലും ഇൻസ്റ്റയിലും മെയിലായിട്ടും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് പേര് നമ്മളിങ്ങനെ ചോദിക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചോദിക്കുന്നത് വെച്ചാൽ എവിടെയാ, ഏതാ സ്ഥലം? ഇതിങ്ങനെ ചോദിച്ചപ്പോൾ ഇങ്ങനെ തൊട്ടടുത്താന്ന് പറഞ്ഞപ്പോൾ ഞാൻ താമസിക്കുന്നതിൻ്റെയൊക്കെ അടുത്തായിട്ടാണ്. പിന്നെ ഇങ്ങനെ എത്ര നാളായിട്ടുള്ളൂ, അച്ഛനെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന ജോലി പറ്റാണ്ട് ഇപ്പോൾ ഇവർ രണ്ടാളും കൂടി കട തുടങ്ങിയതാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെയാണ് എന്നാൽ പിന്നെ ഒരു ദിവസം വരാം. കാരണം ഇതിനു മുമ്പേ പ്ലാൻ ചെയ്ത് നടന്നില്ല. ഈ അഖില ഇല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ അതങ്ങ് തൽക്കാലം സ്റ്റോപ്പ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ അഖിലയും കൂടി ഉള്ള ദിവസം ആളെയും കൂടി കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാട്ടോ. എന്നാലും നല്ല ഭക്ഷണമാണ്. നിങ്ങൾ ഇവിടെയൊക്കെ ഉള്ള ആളുകളാണ് ചിലപ്പോൾ 7 മാസം ഒക്കെ ആയിട്ടുള്ളൂ കട തുടങ്ങിയിട്ട്. കണ്ടിട്ടുണ്ടാവില്ലെങ്കിൽ ഇനി വന്നൊന്ന് മേടിച്ചു. ഇപ്പോൾ ഞാൻ തോരൻ കഴിച്ചു നോക്കിയിട്ട് പറയാം. പെരട്ട എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്.
ചിക്കൻ തോരനും കൂടെ മേടിച്ചു. ഇത്രയാണ് കേട്ടോ 100 രൂപയ്ക്ക്. അത്യാവശ്യം ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ട്. എനിക്ക് വലിയ ഇഷ്ടമാണ് തേങ്ങയൊക്കെ ചേർത്തിട്ടുള്ള ഈ ചിക്കൻ്റെ സംഭവം. സൂപ്പറാ. ഇരട്ടിനേക്കായും അടിപൊളി തോരൻ. ഈ ചിക്കൻ തോരൻ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കമൻറ്റ് വരും. നമ്മളെ വീഡിയോയിൽ രസവട ചിക്കൻ തോരൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടാൽ അപ്പോൾ വരും നമ്മൾ കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട്. ഇത് വേറൊന്നുമില്ല, ഈ സാധാരണ നമ്മൾ ഇറച്ചി വെക്കണ മാതിരി തന്നെയാണ്. നമ്മൾ ഏതോ ഒരു വീഡിയോയിൽ നമ്മൾ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. നെയ്യാറ്റിൻകര പാറശാലയിൽ ഒരു ഷൂട്ടിന് പോയപ്പോൾ. മെയിൻ റോഡാണ്, ബസ്സെല്ലാം പോകുന്നുണ്ടോ. അപ്പോൾ ഇതിനകത്തേക്ക് തേങ്ങയും ഉള്ളിയും ഒക്കെ കൂടി ചതച്ചിട്ട് എടുക്കും. അതാണ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കാറുണ്ട്. ലാസ്റ്റ് ഒരു ഇച്ചിരി പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഒഴിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് എടുക്കും. ഇനി വേറെ എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയില്ല. ഇത് അറിയുന്ന ആളുകൾ കുറേ പേരുണ്ടാവും നമ്മളെ വീഡിയോ കാണുന്ന, തിരുവനന്തപുരത്തുള്ളവർ. അങ്ങനെയാണ് നിങ്ങൾ ആ റെസിപ്പി പറഞ്ഞാൽ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഒരുപാട് ജില്ലയിലുള്ള ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും. ഒരു മുമ്പേ ഒരു മീൻ കറിയുടെ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ചേട്ടൻ ആ ഫേസ്ബുക്കിൽ അതിൻ്റെ ഫുൾ റെസിപ്പി എഴുതിയിട്ടു. ഞാൻ ആ കമൻറ്റ് എന്നിട്ട് പിൻ ചെയ്ത് വെച്ചു. കാരണം ഒരുപാട് പേർക്ക് അത് ഉപകാരമാണ്. അപ്പോൾ അതുപോലെ ഞാൻ ഇവിടെ ജനിച്ച് വളർന്ന ഒരാളല്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ ഞാൻ കഴിച്ച് നോക്കിയിട്ട് എനിക്ക് പരിചയമുള്ള രീതിയിലാണ് ഞാൻ വെക്കുന്നത്. പക്ഷേ ഇവിടുത്തെ തന്നെ ഒരു ട്രഡീഷണൽ മെത്തേഡിൽ ഇത് വെക്കണമെന്ന് അറിയാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടട്ടാ. അപ്പോൾ നമുക്ക് ആ കമൻറ്റ് പിൻ ചെയ്ത് വെക്കാം. ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടും. ഇപ്പോൾ ഞാൻ കുറേ നേരമായിട്ട് പറഞ്ഞ ആളുതേ എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം എന്നതാ ചോദിക്കട്ടെ? അതാണ് ഏറ്റവും ഇഷ്ടം. ഇവിടെ ചിക്കൻ പരട്ടും പയറും പപ്പടമൊക്കെ ഉണ്ടായിട്ട് കൊച്ചിന് ദോശയും ചമ്മന്തി ഇഷ്ടം. നല്ല ഫുഡാട്ടോ. ഞാൻ പെരട്ട് കഴിച്ചു, തോരൻ കഴിച്ചു, പുട്ട് കഴിച്ചു നോക്കി, ഗോതമ്പ് പുട്ട്. പപ്പയുടെയാണ്. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. തോരൻ്റെ ഒരു റെസിപ്പി അടിപൊളിയായിട്ടുണ്ട്. എനിക്കിതേ ഒരു കുഞ്ഞ് സമ്മാനമൊക്കെ മേടിച്ചിട്ടുണ്ട്. കുപ്പികളായിരിക്കും. ഞാൻ ഇതുപോലെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ എനിക്ക് മിക്കവാറും വളരെ സ്നേഹത്തോടുകൂടി ആളുകൾ മേടിച്ച് വെക്കുന്ന ഒരു സാധനം ഇതാണ് കേട്ടോ. എന്താണെന്നറിയില്ല, ഞാൻ എപ്പോഴും കുപ്പിവള ഇടണോണ്ടാവും. ഇതിന് മുമ്പും ആലപ്പുഴയൊക്കെ വീഡിയോ ചെയ്യാൻ പോയപ്പോൾ കുപ്പിവളകൾ മേടിച്ച് എന്നെ അങ്ങനെ നോക്കിയിരുന്ന ആളുകളൊക്കെ ഉണ്ട്. നീ കഴിച്ചില്ലല്ലോ? അപ്പോൾ നമുക്ക് ഇച്ചിരി ഫുഡ് കഴിക്കാം. വിശക്കണില്ലേ? ഉച്ചക്കെല്ലാം ഉണ്ടോളോ? ബാ എടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് വന്ന നല്ല ഭക്ഷണം തന്നതിനും ഒക്കെ ഒരുപാട് നന്ദി. കാരണം നമുക്ക് ഇങ്ങനെയുള്ള ചില സ്നേഹങ്ങളൊക്കെ അത് ഭയങ്കര, അതായത് ഒന്നാമത്തെ കാര്യം ഞാൻ ഇവിടെ ഉള്ള ഒരാളല്ല, വേറൊരു നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് നിൽക്കണേ. അപ്പോൾ എനിക്ക് ഇതുപോലെ ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ഏകദേശം 400-450ഓളം വീഡിയോസ് ഉണ്ട്, അല്ലെങ്കിൽ 500, അതിന് പുറത്ത് ചിലപ്പോൾ എനിക്ക് എണ്ണം കൃത്യമൊന്നും അറിഞ്ഞൂടാ. അത്രയും വീഡിയോസിൽ ഓരോ കുടുംബങ്ങളെ നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ഓരോരുത്തരും ഓരോ ഫാമിലി മെമ്പർ. അപ്പോൾ എനിക്ക് പുതിയൊരു ഫാമിലി മെമ്പറിനെയാണ് കിട്ടിയിട്ടുള്ളത്, അഖില. ഒരു മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ ഇത്രയും അടുപ്പാവുമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പെട്ടെന്നൊരു മെസ്സേജിലൊന്നും തോന്നിയില്ല. പക്ഷേ 2-3 ദിവസമായിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചു, വിശേഷങ്ങളൊക്കെ പറഞ്ഞു, അഖിലയുടെ വിശേഷങ്ങളെല്ലാം പറഞ്ഞു. ഇന്ന് വന്നു കണ്ടു, ഒരുപാട് സന്തോഷം. പിന്നെ ഒരുപാട് ആളുകളൊക്കെ അന്വേഷിച്ച് വരട്ടെ. നല്ല ഭക്ഷണം കേട്ടോ. നിങ്ങൾ പോകുമ്പോൾ കഴിച്ചു നോക്കിക്കോ. ഞാൻ പറയണത് വെച്ചിട്ട് അതിനെ അളക്കണ്ട. സ്വന്തമായിട്ട് കഴിക്കുമ്പോൾ അറിയാമല്ലോ, ഓരോരുത്തരുടെ രുചികളൊക്കെ വേറെ വേറെയാണ്. എനിക്ക് എന്നായാലും ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഇതിലെ കൂടെയൊക്കെയാണ് പോകണമെങ്കിൽ ഒന്ന് മേടിച്ച് നോക്കുകയോ കഴിച്ചു നോക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അവർക്കും അത് അവരുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ്, അവർക്കൊരു ഉപകാരവും. വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. കുറച്ച് ചാറ്റ് പറയാം. ബൈ.